നേരം വെളുത്തു. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇത്തിരി വെള്ളം ശേഖരിക്കാൻ ഇറങ്ങിയാണ്. കുടിവെള്ളം. ഇതിങ്ങനെ കോബിൾ സ്ട്രീറ്റിൽ വിജനമായി കിടക്കണമെന്ന് ഞായറാഴ്ച. ശനിയാഴ്ച രാവ് ആഘോഷിച്ചിട്ട് അവർ കിടന്നുറങ്ങുകയാണ്. പിയാമ്പിനോ എന്ന് പറഞ്ഞിട്ടൊരു തീരദേശ പട്ടണമാണത്. ഇവിടുത്തെ മീൻപിടുത്തക്കാരുടെ ചെറിയ ചെറിയ ബോട്ടുകൾ പിന്നെ നങ്കൂരിട്ട് കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് ടിറേനിയൻ സീ. ടിറേനിയൻ സീ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രാൻസിൻ്റെയൊക്കെ ഇറ്റലിയുടെയൊക്കെ തെക്കായിട്ട് വരും. ടുണീഷ്യയുടെയൊക്കെ മുകളിലായിട്ട് വരും. അത് മെഡിറ്ററേനിയനെയും ടിറേനിയൻ സീനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ഇറ്റലിയുടെ സിസിലി എന്ന് പറയുന്ന സ്ഥലമാണ്. സിസിലി ഗോഡ് ഫാദറൊക്കെ പിടിച്ച സ്ഥലമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് സിസിലി 100-200 വർഷം മുസ്ലിങ്ങളുടെ കീഴിലായിരുന്നു. ഏകദേശം 9-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ. ടുണീഷ്യയുടെ മുകളിലാണല്ലോ, ചെറിയൊരു കടലിടക്കേ ഉള്ളൂ. അപ്പോൾ 100-200 കൊല്ലം അവർ ഭരിച്ചിരുന്ന സ്ഥലമാണിത്. ഇവിടെ പാൽറേമോ എന്ന് പറഞ്ഞിട്ട് പാൽമേറോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇപ്പോഴും കത്തീഡ്രലുകളിലൊക്കെ ഖുർആൻ കൊത്തിവെച്ച പഴയത് ഉണ്ടെന്ന് പറയുന്നത്. സിസിലിയുടെ ഭാഗത്തോട്ട് പോയിട്ടില്ല, ഇനി അടുത്തൊരു വരവിനാവാം. നമ്മുടെ സിനഗോഗുകൾ കത്തീഡ്രലായി. കത്തീഡ്രലുകൾ മുസ്ലിം പള്ളികളായതുണ്ട്. പള്ളികൾ വീണ്ടും കത്തീഡ്രലുകളായതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സംസ്കാരങ്ങളൊക്കെ ഉള്ളതാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ വിജനമായ ഈ കോബിൾഡ് കല്ലുവാകിയ സ്ട്രീറ്റിലൂടെ, കോബിൾഡല്ല അത് ടൈൽഡ് മറ്റേ സ്റ്റോൺ ടൈല് പാകിയ സ്ട്രീറ്റുകളാണിത്. ഇത് വേറൊരു സ്ട്രീറ്റ്. ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു മനുഷ്യൻ്റെ ഒച്ചയില്ല, ഒന്നുമില്ല, എൻ്റെ ഒച്ച മാത്രമേ ഉള്ളൂ. മനുഷ്യരൊക്കെ കിടന്നുറങ്ങണം. ഇന്നലത്തെ ശനിയാഴ്ച രാവിൻ്റെ അടിച്ചുപൊളി കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ഇങ്ങനെ വിജനമായ വഴിയിലൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ ആർക്കിടെക്ചർ കണ്ടോളൂ. ആ പഴമയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ്. ഉണ്ട് ഈ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് അവരുടെ വീടുകൾ, ഗല്ലികൾ നേരം വെളുത്തിട്ടുള്ളൂ. വെള്ളം കിട്ടുമോ എന്നാവോ നോക്കട്ടെ.